പ്രമുഖ കാർട്ടൂണിസ്റ്റ് ടോംസ് അന്തരിച്ചു. 86 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ഇന്നലെ രാത്രി 10:45ഓടെയായിരുന്നു ടോംസ് അന്തരിച്ചത്. വിശദാംശങ്ങളുമായി ടി പ്രശാന്ത് ചേരുന്നു. പ്രശാന്ത്, എപ്പോഴായിരുന്നു അന്ത്യം? വാർദ്ധക്യ സഹജമായ അസുഖമായിരുന്നു. ഇപ്പോൾ മൃതദേഹം എവിടെയാണ്? പ്രജേഷ്, വരകളിലൂടെയും വാക്കുകളിലൂടെയും എല്ലാം തന്നെ മലയാളിയുടെ ചിന്താഗതിയിൽ അല്ലെങ്കിൽ ചിന്തയിൽ ചിരിക്കാനും ചിന്തിക്കാനും എല്ലാം അവസരമൊരുക്കിയിട്ടുള്ള കാർട്ടൂണിസ്റ്റ് ടോംസ് ഇന്നലെ വൈകിട്ട് 10:45 കൂടിയാണ്, രാത്രി 10:45 കൂടിയാണ് നമ്മെ വിട്ട് പിരിഞ്ഞത്. വാർദ്ധക്യമായ അസുഖത്തെ തുടർന്ന് അദ്ദേഹം ചികിത്സയിലായിരുന്നു. അന്ത്യസമയത്ത് മകൻ ബോബൻ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. ഇപ്പോഴും അമേരിക്കയിലുള്ള ഒരു മകൻ എത്താൻ സംസ്കാര ചടങ്ങുകളിൽ എത്തുന്നതിന് വേണ്ടിയിട്ട് എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മൃതദേഹം ഇപ്പോൾ കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയുടെ മോർച്ചറിയിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. എന്തായാലും ഞായറാഴ്ച ആണ് സംസ്കാര ചടങ്ങുകൾ. ഞായറാഴ്ച 3 മണിക്ക് കോട്ടയം ലൂർദ് ഫൊറോന പള്ളി സെമിത്തേരിയിലാണ് സംസ്കാര ചടങ്ങുകൾ. 1929 ജൂൺ 20 ടോംസിന്റെ ജനനം. ചങ്ങനാശ്ശേരി SB കോളേജിൽ ഡിഗ്രി പഠനം പൂർത്തിയാക്കി അദ്ദേഹം ബ്രിട്ടീഷ് സൈന്യത്തിൽ ഇലക്ട്രീഷ്യനായി ചേർന്നെങ്കിലും 1 മാസം ശേഷം അവിടെ നിന്നും മടങ്ങി നാട്ടിലെത്തിയ ശേഷമാണ് പിന്നീട് അദ്ദേഹം വരകളിലേക്ക് തിരിഞ്ഞത്. അദ്ദേഹത്തിന്റെ ചേട്ടൻ ജ്യേഷ്ഠനായിട്ടുള്ള കാർട്ടൂണിസ്റ്റ് പീറ്റർ തോമസിന്റെ മാതൃകയ്ക്കാണ് അദ്ദേഹം വരകളിലേക്ക് തിരിഞ്ഞത്. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ വരയോട് താല്പര്യമുണ്ടായിരുന്നു. 30-ാം വയസ്സിലാണ് അദ്ദേഹം ബോബനും മോളിയെയും കണ്ടെത്തുന്നത്. അയൽപക്കത്തെ കുട്ടികളെ മാതൃകയാക്കിക്കൊണ്ടായിരുന്നു അദ്ദേഹം കാർട്ടൂൺ രചിച്ചത്. പിന്നീട് ടോംസിന്റെ ഏറ്റവും പ്രശസ്തമായി കാർട്ടൂൺ ആയിട്ടുള്ള ബോബനും മോളിയും പിന്നീട് കേരളീയ സമൂഹം നെഞ്ചേറ്റി വാങ്ങുകയായിരുന്നു. മനോരമയിൽ 40 വർഷത്തോളം അദ്ദേഹം ടോംസ് ബോബനും മോളിയും വരച്ചു. ടോംസിന്റെ പ്രധാന കഥാപാത്രങ്ങളായിട്ടുള്ള ബോബനും മോളിയും, കേസിലെ വക്കീലായ അച്ഛൻ പോത്തൻ, അമ്മ മറിയ, അപ്പി ഹിപ്പി, കുഞ്ചിക്കുറുപ്പ്, ഉണ്ണിക്കുട്ടൻ തുടങ്ങിയ കഥാപാത്രങ്ങളെല്ലാം തന്നെ മലയാള സമൂഹത്തിന്റെ ഹൃദയത്തിൽ അല്ലെങ്കിൽ മലയാളി സമൂഹം ഹൃദയത്തിൽ ഏറ്റുവാങ്ങി. അപ്പം അദ്ദേഹം സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുകൊണ്ട് സമൂഹത്തിന്റെ വിവിധ വിഷയങ്ങളെല്ലാം തന്നെ അദ്ദേഹം വളരെ നല്ല രീതിയിൽ തന്നെ അവതരിപ്പിച്ചു. ആ കുട്ടികളിലൂടെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ അത് എല്ലാവരും തന്നെ നെഞ്ചേറ്റി വാങ്ങുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. പിന്നീട് ബോബനും മോളിയും കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് 1971 ഒരു സിനിമയും പുറത്തിറക്കിയിരുന്നു. പിന്നീട് 2006 ബോബനും മോളിയും അനിമേഷൻ ചലച്ചിത്രമായി. ബോബനും മോളിയും പുസ്തക രൂപത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇത്തരത്തിൽ മലയാളിയുടെ ചിന്തകളിൽ ഇത്രയേറെ സ്വാധീനിച്ച ഒരു കാർട്ടൂണിസ്റ്റ് അല്ലെങ്കിൽ കാർട്ടൂൺ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലോടിയെത്തുന്ന ടോംസിന്റെ പേരാണ് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമാണ്. പ്രശാന്ത്, ഒരുപക്ഷെ 80കളിലെ അല്ലെങ്കിൽ 90കളിലെ ഒക്കെ കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രായഭേദമന്യേ കുട്ടികളായാലും അല്ലെങ്കിൽ വാർദ്ധക്യ അല്ലെങ്കിൽ ആ ഒരു പ്രായഭേദമന്യേ തന്നെ കാർട്ടൂൺ എന്ന കലയെ അല്ലെങ്കിൽ ആ ഒരു വരയെയൊക്കെയും സംവേദന വിധേയമാക്കിയത് ടോംസിൻ്റെ കാർട്ടൂണുകളായിരുന്നു ഒരുപക്ഷെ ആ കാലഘട്ടങ്ങളിലൊക്കെ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിയോഗത്തോടുകൂടി ഒരു കാലഘട്ടം, ഒരു ചരിത്രം തന്നെ ഒരുപക്ഷെ ബാക്കിയാകുന്നു എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കാര്യമാണ്. എത്രത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതരേഖയിലൂടെ സ്പർശിച്ചു പോയാൽ കാലഘട്ടത്തിന് നഷ്ടമാകുന്നത്? തീർച്ചയായിട്ടും വരകളിലൂടെയും വാക്കുകളിലൂടെയും മലയാളിയുടെ സങ്കുചിത്വവും പിന്തിരിപ്പൻ ചിന്താഗതിയും കോറിയിട്ട് ചിന്തിക്കാനും ചിരിക്കാനും അവസരമൊരുക്കിയ ഒരു ഉത്സവമായിരുന്നു ടോംസിന്റെ കാർട്ടൂണുകൾ എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ എത്തിയത് തന്നെ തന്റെ ജന്മഗ്രാമമായ ആലപ്പുഴയിലെ വെളിയനാട്ട് നിന്നായിരുന്നു. അതായത് കുട്ടനാട്ടിന്റെ ചരിത്രം ആണ് തകഴി എഴുതിയതെങ്കിൽ കുട്ടനാട്ടിലെ വരക്കാഴ്ചകളുടെ ഒരു ഉത്സവം തന്നെയായിരുന്നു ടോംസ് മലയാളിക്ക് സമ്മാനിച്ചത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ശങ്കേഴ്സ് വീക്കിലിയിലെ കാർട്ടൂണിസ്റ്റ് കൂടിയായിരുന്നു ജ്യേഷ്ഠൻ പീറ്റർ തോമസിന്റെ കാർട്ടൂണുകളോട് തോന്നിയ ഒരു ആരാധനയാണ് ടോംസിനെ പിന്നീട് കാർട്ടൂണുകളിലേക്ക് എത്തിച്ചത്. മാവേലിക്കര സ്കൂൾ ഓഫ് ആർട്സിലായിരുന്നു അദ്ദേഹത്തിന്റെ പഠനമെല്ലാം. അതിനുശേഷം അദ്ദേഹം അതായത് കുടുംബ ദീപത്തിൽ ജോലിക്ക് കയറി. അങ്ങനെ പത്രപ്രവർത്തകനായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ തുടക്കം. തുടർന്ന് 52 കുടുംബദീപം, കേരളഭൂഷണം പത്രം എന്നിവയിലെല്ലാം തന്നെ അദ്ദേഹം പോക്കറ്റ് കാർട്ടൂൺ വരയ്ക്കാൻ തുടങ്ങി. അദ്ദേഹം തന്റെ കഥാപാത്രങ്ങളെല്ലാം കണ്ടെത്തിയത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്റെ അയൽപ്പക്കത്തെ 2 കുട്ടികളുടെ പേരാണ് ടോംസ് ഈ ബോബനും മോളിക്കും നൽകിയത്. പ്രത്യേകിച്ച് ഈ കുട്ടികൾ അവരുടെ ചിത്രം വരച്ചു തരാൻ ചോദിച്ചതായിരുന്നു ഇതിനുണ്ടായിട്ടുള്ള ഒരു പ്രചോദനം. പിന്നീട് തന്റെ കുട്ടികൾക്കും അദ്ദേഹം ഇതേ പേരിട്ടു എന്നുള്ളതും
ഒരു ചരിത്രത്തിന്റെ ഒരു വളരെയധികം പ്രത്യേകത കൂടിയാണ്. ഒപ്പം അയൽപക്കത്തെ കുട്ടികൾ എന്നും ടോംസിന്റെ വേലി ചാടി അടുക്കള വഴി സ്കൂളിൽ പോകാറുണ്ടായിരുന്നു. അവരുടെ വികൃതികൾ കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ സ്വഭാവം നിശ്ചയിക്കുന്നതിൽ ടോംസിനെ സഹായിച്ചു. ഇത്തരത്തിൽ സമൂഹത്തിന്റെ വിവിധ വിഷയങ്ങളെ രണ്ട് കുട്ടികളിലൂടെ തന്നെ അവതരിപ്പിക്കുന്നു. അത് സമൂഹ മനസാക്ഷി അല്ലെങ്കിൽ സമൂഹം അത് ഏറ്റുവാങ്ങുന്നു. അതിൽ മലയാളിയെ സംബന്ധിച്ച് മലയാളി ഒരു മാസിക കയ്യിൽ കിട്ടിയാൽ പോലും അത് പിന്നിൽ നിന്ന് വായിക്കാനുള്ള ഒരു പ്രേരണ പോലും ടോംസിന്റെ കാർട്ടൂണിൽ കൂടിയാണ്. പ്രത്യേകിച്ച് മലയാളിയുടെ അവസാന പേജിൽ തുടങ്ങി പുറകോട്ടുള്ള മാസിക വായനാശീലം ബോബനും മോളിയും എന്ന കാർട്ടൂൺ വായിച്ച് കിട്ടിയതാണെന്ന ഒരു ശ്രുതി തന്നെയുണ്ട്. മാത്രവുമല്ല 1957 ഇന്ത്യൻ പൗരത്വാവകാശ നിയമപ്രകാരം അദ്ദേഹം ഒരു വലിയ കേസിലൂടെ തന്നെയാണ് ബോബനും മോളിയുടെയും എല്ലാം തന്നെ അവകാശം കൈയടക്കുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹം വരച്ച കാർട്ടൂണുകൾ അദ്ദേഹത്തിൻ്റെതല്ലാത്ത രീതിയിലേക്ക് മാറുന്ന ഒരു സ്ഥിതി വന്നപ്പോൾ പിന്നീട് അദ്ദേഹം സുപ്രീം കോടതി വരെ കേസിന് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ അടക്കം ആണ് ഇത്തരത്തിലുള്ള കേസ് വാദിക്കുകയും പിന്നീട് ഇന്ത്യൻ പൗരത്വാവകാശ നിയമപ്രകാരം 1957 പൗരത്വാവകാശ നിയമപ്രകാരം ആ ബോബനും മോളിയുടെയും രക്ഷകർത്തം തന്നെ സ്വന്തമാക്കുന്നതിന് വേണ്ടി വലിയൊരു നിയമയുദ്ധം അദ്ദേഹം നടത്തിയതും ഇന്ത്യൻ മാധ്യമ ചരിത്രത്തിൽ ഇന്ത്യൻ പൗരത്വാവകാശ നിയമത്തിന്റെ ചരിത്രത്തിൽ തന്നെ വലിയൊരു സംഭവവാസം തന്നെയാണ്. മാത്രമല്ല ബോബനും മോളിയും എന്ന കഥാപാത്രത്തിലൂടെ അദ്ദേഹം സൃഷ്ടിച്ചിട്ടുള്ള വിവിധ അല്ലെങ്കിൽ അതിൽ ആ കാർട്ടൂൺ പരമ്പരയിൽപ്പെട്ട വിവിധ കഥാപാത്രങ്ങളെല്ലാം തന്നെ ഇന്നും സമൂഹ മനസ്സിൽ ഉണ്ട് അല്ലെങ്കിൽ ഇന്നും സമൂഹത്തിൽ ജീവിക്കുന്നു എന്നുള്ളതെല്ലാം തന്നെ പ്രത്യേകത. അങ്ങനെ സമൂഹത്തെ ആകെ പഠിച്ച് അതിൽ നിന്ന് ചില കഥാപാത്രങ്ങളെ ഒപ്പിയെടുത്തുകൊണ്ട് അദ്ദേഹം സമൂഹ മനസാക്ഷിക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് മുന്നിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിച്ചു എന്നതാണ് ശ്രദ്ധേയ. അത് എല്ലാവരും ഏറ്റുവാങ്ങി ഇപ്പോഴും അവരുടെ എല്ലാം മനസ്സിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ കാർട്ടൂണിസ്റ്റ് എന്നാൽ ടോംസ് കാർട്ടൂൺ എന്നാൽ ബോബനും മോളിയും എന്ന തരത്തിലേക്ക് തന്നെ അത് മാറുന്നതിനും ഒരു വഴിയൊരുങ്ങി. TP പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. മലയാളിയെ വരകളിലൂടെ അരനൂറ്റാണ്ടോളം ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ടോംസ് എന്ന അതുല്യ കലാകാരന്റെ ജീവിതരേഖയിലേക്ക്. ചങ്ങനാശ്ശേരിക്കടുത്ത് കുട്ടനാടിന്റെ പച്ചത്തുരുത്തായ വെളിയനാടിലാണ് 1929 ടോംസ് ജനിച്ചത്. കുഞ്ഞിത്തോമനും സിസിലി തോമസുമായിരുന്നു മാതാപിതാക്കൾ. ജ്യേഷ്ഠനായ കാർട്ടൂണിസ്റ്റ് പീറ്റർ തോമസിനെ മാതൃകയാക്കിയാണ് ടോംസ് വരയിലേക്ക് തിരിഞ്ഞത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് സൈന്യത്തിൽ സേവനം അവസാനിച്ച് തിരികെ പോന്നു. അതിനുശേഷമാണ് ബോബനും മോളിയും പിറക്കുന്നത്. അയൽപക്കത്തെ കുട്ടികളുടെ വികൃതിത്തരങ്ങളാണ് ബോബനും മോളിക്കും പിന്നിലെ ആശയം. കേരളത്തിലെ മധ്യവർഗത്തിന്റെ തമാശകൾ, ആനുകാലിക രാഷ്ട്രീയ സാമൂഹിക സംഭവങ്ങൾ എന്നിവയൊക്കെ ബോബനും മോളിയിലൂടെ ടോംസ് വരച്ചു കാട്ടിക്കൊണ്ടേയിരുന്നു. തകഴി കുട്ടനാടിന്റെ ചരിത്രമെഴുതിയപ്പോൾ ടോംസ് കുട്ടനാടിന്റെ വരക്കാഴ്ചയാണ് നമുക്ക് സമ്മാനിച്ചത്. ദീപികയിൽ വരച്ചുകൊണ്ടായിരുന്നു ടോംസിന്റെ തുടക്കം. പിന്നെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗവും മലയാള മനോരമയിൽ സ്റ്റാഫ് കാർട്ടൂണിസ്റ്റായി സേവനം ചെയ്തു. 87 വിരമിച്ച ശേഷം കാർട്ടൂണുകളുടെ പകർപ്പവകാശത്തെ ചൊല്ലി തന്റെ സ്ഥാപനവുമായി സുപ്രീം കോടതി വരെ കേസിന് പോയ ആളാണ് ടോംസ്. 1957 ഇന്ത്യൻ പകർപ്പവകാശ നിയമപ്രകാരം ജോലി ചെയ്യുമ്പോൾ വരച്ചതും പിന്നീട് വരച്ചതുമായ എല്ലാ കാർട്ടൂണുകളുടെയും ഉടമസ്ഥതയും ടോംസിന് തന്നെയെന്ന് കോടതി പ്രഖ്യാപിച്ചു. അങ്ങനെയാണ് ടോംസിന്റെ ഉടമസ്ഥതയിൽ ടോംസ് കോമിക്സ് പിറന്നതും വീണ്ടും ബോബനും മോളിയും മറ്റു കാർട്ടൂണുകളും മലയാളിയുടെ കൈകളിലേക്ക് എത്തിയതും. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. സംസ്ഥാനത്തെ വരൾച്ച, കുടിവെള്ള ദൗർലഭ്യ പ്രശ്നങ്ങൾ വിലയിരുത്തുന്നതിനായി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ഉന്നതതല യോഗം ചേരും. ധന, റവന്യൂ, ജലസേചന വകുപ്പ് മന്ത്രിമാർ, ചീഫ് സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറിമാർ, വാട്ടർ അതോറിറ്റി MD, ജലവകുപ്പ് ചീഫ് എഞ്ചിനീയർ, മറ്റ് ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് കടുത്ത വേനലിൽ വരൾച്ചയും കുടിവെള്ളക്ഷാമവും രൂക്ഷമായ സാഹചര്യത്തിലാണ് യോഗം. രാവിലെ 9-ന് മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിലാണ് യോഗം. സംസ്ഥാനത്ത് രൂക്ഷമായ വരൾച്ചക്കെടുതി നേരിടാൻ സന്നദ്ധ പ്രവർത്തനവുമായി നടൻ മമ്മൂട്ടി. ഇതിന്റെ ഭാഗമായി സഹായ മനസ്ഥിതിയുള്ളവരെയും സംഘടനകളെയും പങ്കെടുപ്പിച്ച് ഇന്ന് കൊച്ചിയിൽ യോഗം ചേരും. സന്നദ്ധ പ്രവർത്തകരും സർക്കാരുമായും ചേർന്നുള്ള ദുരിതാശ്വാസ പ്രവർത്തനത്തിന് മുൻകൈയെടുക്കാൻ താൻ തയ്യാറെന്ന് മമ്മൂട്ടി മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടറിയിച്ചു. മമ്മൂട്ടിയുടെ ആശയത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും ഇക്കാര്യം സർക്കാർ ചർച്ച ചെയ്യുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വെച്ചാണ് മമ്മൂട്ടി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. സന്നദ്ധ പ്രവർത്തകരെയും സംഘടനകളെയും സർക്കാർ സംവിധാനവുമായി ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടങ്ങണം. ഇതിന് താൻ മുൻകൈയെടുക്കാൻ തയ്യാറാണെന്ന് മുഖ്യമന്ത്രിയെ അറിയിച്ചതായി മമ്മൂട്ടി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ആർക്കാണ് സഹായം ആവശ്യമുള്ളതെന്നും ആർക്കാണ് സഹായിക്കാൻ താല്പര്യമുള്ളവരെന്നും നമുക്കറിയണം. അതിനൊരു നമ്പർ എന്തെങ്കിലും കൊടുത്ത് നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട്.
പിന്നെ നാളെ തന്നെ നമ്മൾ എന്തെങ്കിലും തരത്തിൽ ഒരു റിലീഫ് പ്രവർത്തനം ആരംഭിക്കാനുമുണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ 1 or 2 ആഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ഒരു ദിവസം നമുക്ക് മഴ ഉണ്ടാവും, ഈ ബുദ്ധിമുട്ട് മാറുമെന്ന് വിചാരിക്കാം. പക്ഷേ അതുവരെ പിടിച്ചു നിൽക്കാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാകാനുള്ള ഒരു മുൻകൈ എടുക്കാൻ ഞാൻ തയ്യാറാണ് എന്നുള്ളത് മുഖ്യമന്ത്രി അറിയിക്കാമെന്നാണ്. ബഹുജന പങ്കാളിത്തത്തോടെയുള്ള ദുരിതാശ്വാസ പ്രവർത്തനം എന്ന മമ്മൂട്ടിയുടെ ആശയം സ്വാഗതം ചെയ്യുന്നുവെന്നും ഇക്കാര്യം സർക്കാർ ചർച്ച ചെയ്യുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അടിയന്തരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തേ മതിയാകൂ. അങ്ങനെയുള്ള അവസരത്തിലാണ് ശ്രീ മമ്മൂട്ടി ഇപ്പം ബഹുജന പങ്കാളിത്തം ഇതിന് ഉണ്ടാകുന്ന വിധത്തിലുള്ളൊരു നിർദ്ദേശം വെച്ചിട്ടുള്ളതിനെ അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അത് ഏത് വിധത്തിൽ അത് നമുക്ക് ഫലപ്രദമായ രീതിയിലാക്കാൻ സാധിക്കും എന്നുള്ളത് അത് മീറ്റിങ്ങിൽ തീരുമാനമെടുക്കും. വരൾച്ചാ ദുരിതാശ്വാസ പ്രവർത്തനത്തിന്റെ ഭാഗമായി സഹായിക്കാൻ മനസ്സുള്ളവരെയും സഹായം വേണ്ടവരെയും പങ്കെടുപ്പിച്ച് കൊച്ചിയിൽ യോഗം സംഘടിപ്പിച്ചിട്ടുണ്ടെന്നും മമ്മൂട്ടി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം നാളെ അവസാനിക്കും. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം വരെ 629 പത്രികകളാണ് സമർപ്പിക്കപ്പെട്ടത്. മുന്നണികൾ 2ാം ഘട്ട പ്രചരണ രംഗത്തും സജീവമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം നാളെയാണ്. നാളെ 3 മണിവരെ പത്രികകൾ സ്വീകരിക്കൂ. കഴിഞ്ഞ 22-നാണ് പത്രികകൾ സ്വീകരിച്ചു തുടങ്ങിയത്. കഴിഞ്ഞ ദിവസം വരെ സംസ്ഥാനത്ത് മൊത്തം 629 പത്രികകൾ സമർപ്പിക്കപ്പെട്ടു. മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പത്രികകൾ സമർപ്പിക്കപ്പെട്ടത്, 96 എണ്ണം. കോഴിക്കോട് ജില്ലയിൽ 70-ഉം എറണാകുളം ജില്ലയിൽ 67-ഉം തൃശൂർ ജില്ലയിൽ 60-ഉം പത്രികകൾ സമർപ്പിക്കപ്പെട്ടു. പത്തനംതിട്ട ജില്ലയിലാണ് ഏറ്റവും കുറവ് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കപ്പെട്ടത്, 14 എണ്ണം. ഏപ്രിൽ 30-നാണ് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കുക. മെയ് 2-ആണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം. തുടർന്ന് മെയ് 16-ന് തിരഞ്ഞെടുപ്പും 19-ന് ഫലപ്രഖ്യാപനവും നടക്കും. മെയ് 21-ഓടെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാവും. പത്രികാ സമർപ്പണം പൂർത്തിയാവുന്നതോടെ മുന്നണികൾ 2ാം ഘട്ട പ്രചരണ രംഗത്തും സജീവമാവുകയാണ്. LDF, UDF, NDA നേതാക്കൾ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രചരണങ്ങൾക്കൊടുവിൽ 3 മുന്നണികൾക്കുമായി ദേശീയ നേതാക്കളും വരും ദിവസങ്ങളിൽ കേരളത്തിൽ പ്രചരണത്തിനെത്തും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൈപ്പത്തിക്ക് പകരം കോൺഗ്രസ് ചിഹ്നം കൈപ്പറ്റി എന്നാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. തൃപ്പൂണിത്തുറയിൽ LDF സ്ഥാനാർത്ഥി M സ്വരാജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഉമ്മൻചാണ്ടിക്കെതിരെ രമേശ് ചെന്നിത്തല പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന് അയച്ച കത്തും അദ്ദേഹം വായിച്ചു. ബാർക്കോഴയിൽ 1 കോടിയാണ് മാണി വാങ്ങിയതെങ്കിൽ 10 കോടിയാണ് ബാബു വാങ്ങിയത്. അപ്പോ കോൺഗ്രസിന്റെ ചിഹ്നമായി കൈപ്പത്തി കൊണ്ട് നടക്കുന്നതാണോ നല്ലത്? കൈപ്പറ്റി കൈപ്പറ്റി എന്ത് കോഴ നല്ല പറ്റുന്ന ചിഹ്നമായിരിക്കും. കോഴ വാങ്ങുന്ന മന്ത്രിമാരാണ് UDF സർക്കാരിലുള്ളത്. മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും വാശിക്കാണ് കോഴ വാങ്ങിയത്. അതുകൊണ്ട് ഇനി കൈപ്പത്തി ചിഹ്നം മാറ്റണമെന്ന് VS പറഞ്ഞു. പരസ്പരം പോരടിച്ച് സംസ്ഥാനത്തിന്റെ വികസനമാണ് UDF ഇല്ലാതാക്കിയത്. KPCC പ്രസിഡന്റ് VM സുധീരനും വൈസ് പ്രസിഡന്റ് VD സതീശനും സർക്കാരിനെതിരെ രംഗത്ത് വന്നപ്പോൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടിക്കെതിരെ കേന്ദ്ര നേതൃത്വത്തിന് കത്തെഴുതുകയായിരുന്നുവെന്നും VS പറഞ്ഞു. അദ്ദേഹം കോൺഗ്രസ് നേതൃത്വത്തിന് എഴുതിയിരിക്കുകയാണ്. ആ എഴുത്തിന്റെ കോപ്പിയാണ് ഇത്. Corruption is rampant. അഴിമതി കൊടികുത്തി വാഴുന്നു. Image of the chief minister has been totally spoiled. മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ പൂർണ്ണമായും തകർന്നു. തൃപ്പൂണിത്തുറക്കാരിൽ ഒരാളായി ജനങ്ങൾക്കൊപ്പം എന്നും ഉണ്ടാകുമെന്ന് സമ്മേളനത്തിൽ സംസാരിച്ച സ്ഥാനാർത്ഥി M സ്വരാജ പറഞ്ഞു. CPM ജില്ലാ സെക്രട്ടറി P രാജീവ്, മറ്റ് LDF നേതാക്കൾ എന്നിവരും പങ്കെടുത്തു. വൻ ജനാവലിയാണ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തന്റെ തിരക്കിട്ട പ്രചാരണ പരിപാടികൾക്കിടയിൽ പ്രവർത്തകർക്ക് ആവേശം പകർന്ന് VSന്റെ ഭവന സന്ദർശനം. കുന്നത്തുനാട് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഷിജി ശിവജിയുടെ വീട്ടിലാണ് വിജയാശംസകളുമായി VS എത്തിയത്. വാശിയേറിയ പോരാട്ടം നടക്കുന്ന കുന്നത്തുനാട്ടിൽ ഇന്ന് പിണറായി വിജയനും എത്തും. വൈകുന്നേരത്തോടെയാണ് കോലഞ്ചേരിക്കടുത്ത ചൂണ്ടിയിലുള്ള ഷിജിയുടെ കൊച്ചു വീട്ടിലേക്ക് VS എത്തിയത്. പട്ടിണിയും കഷ്ടതകളും നിറഞ്ഞ ഒരു കാലത്തെ തൻ്റെ നിശ്ചയദാർഢ്യം കൊണ്ട് മറികടന്ന യുവ പോരാളിക്ക് അർഹിക്കുന്ന അംഗീകാരമായിരുന്നു CPM നൽകിയ സ്ഥാനാർത്ഥിത്വം. ഇടവഴികൾ കടന്ന് തൻ്റെ കൊച്ചു വീട്ടിലേക്ക് VS നേരിട്ടെത്തിയതിൻ്റെ ആഹ്ലാദവും ആവേശവും ഷിജിക്ക്. എല്ലാ വിജയാശംസകളും നേർന്ന VS മടങ്ങുമ്പോൾ ആവേശമേറ്റുവാങ്ങി ഒരു നാട് മുഴുവൻ മുറ്റത്ത് തിങ്ങി നിറഞ്ഞിരുന്നു.
സംവരണ മണ്ഡലമായ കുന്നത്തുനാട് തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് LDF. VS എത്തിയതോടെ പ്രചാരണ രംഗം ഒന്നുകൂടി ഉണർന്നു. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനായിരുന്നു ഇവിടെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്. പിണറായി വിജയൻ കൂടി എത്തുന്നതോടെ വരും ദിവസങ്ങളിൽ പ്രചാരണ രംഗത്ത് ബഹുദൂരം മുന്നേറാൻ കഴിയുമെന്നാണ് കണക്കുകൂട്ടൽ. ന്യൂസ് ബ്യൂറോ, കൊച്ചി. LDF തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ അവതരിപ്പിക്കുന്ന രാഷ്ട്രീയ പൂരക്കളി ശ്രദ്ധേയമാകുന്നു. തൃക്കരിപ്പൂർ, പയ്യന്നൂർ നിയമസഭാ മണ്ഡലങ്ങളിലാണ് കാസർഗോഡ് ജില്ലയിലെ കൊടക്കാട് പൂരക്കളി സംഘം രാഷ്ട്രീയ വിഷയങ്ങൾ ഉൾപ്പെടുത്തി പൂരക്കളി അവതരിപ്പിക്കുന്നത്. വടക്കേ മലബാറിലെ അനുഷ്ഠാന കലാരൂപമാണ് പൂരക്കളി. വടക്കേ മലബാറിൻ്റെ അനുഷ്ഠാന കലാരൂപമാണ് പൂരക്കളി. ക്ഷേത്രങ്ങളിലും കാവുകളിലും പാട്ടിനൊപ്പം അവതരിപ്പിക്കുന്ന കലാരൂപമാണ് പൂരക്കളി. കാമദേവനെ പ്രീതിപ്പെടുത്തുന്നതിനായി അവതരിപ്പിക്കുന്ന അനുഷ്ഠാന കലാരൂപമായ പൂരക്കളിയെ രാഷ്ട്രീയ പ്രമേയത്തിൽ അവതരിപ്പിക്കുകയാണ് കൊടക്കാട് പൂരക്കളി സംഘം. പൂരക്കളി പരിശീലകൻ മോഹനൻ മേച്ചേരി. അവസാനം നമ്മളെ പ്രകടന പത്രിക നമ്മളെ എന്തെല്ലാം വാഗ്ദാനം നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പ്രകടന പത്രിക അവസാനം തോന്നുന്ന പാട്ടിലൂടെ ഞാൻ അവതരിപ്പിക്കുന്നു. വിപ്ലവത്തിൻ ചെങ്കൊടിയെ ജയിക്കുക നാൾക്കുനാളിൽ എന്ന സ്തുതിഗീതത്തോടെ ആരംഭിച്ച ശേഷം UDF മോദി സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾ, വർഗീയത, അഴിമതി എന്നിവ സംബന്ധിച്ച വിഷയങ്ങളിൽ ഘട്ടം ഘട്ടമായി പൂരക്കളി അവതരിപ്പിക്കുന്നു. ചെറുവത്തൂരിലെ പൂരക്കളി അക്കാദമിയിലെ പഠിതാക്കളാണ് സംഘത്തിലെ അംഗങ്ങളിൽ ഭൂരിഭാഗവും. കൊടക്കാട് രാഘവൻ, മോഹനൻ മേച്ചേരി എന്നിവരാണ് പാട്ടുകളുടെ രചന നടത്തിയിട്ടുള്ളത്. തൃക്കരിപ്പൂർ, പയ്യന്നൂർ മണ്ഡലങ്ങളിലെ LDF പൊതുയോഗങ്ങളുടെ മുന്നോടിയായി രാഷ്ട്രീയ പൂരക്കളി അരങ്ങേറുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കോഴിക്കോട്ടുകാരനായ ബെന്നിയുടെ പച്ചക്കറിത്തോട്ടങ്ങൾ ഏവർക്കും ഒരു പാഠമാണ്. നിരവധി പുരസ്കാരങ്ങൾ സ്വന്തമാക്കി ഈ കർഷകൻ മണ്ണിനെ സ്നേഹിക്കാനുള്ള സന്ദേശമാണ് തനിക്ക് ചുറ്റുമുള്ളവർക്ക് നൽകുന്നത്. 16 വർഷമായി തുടങ്ങിയതാണ് മണ്ണിനോടുള്ള സ്നേഹം. മണ്ണ് തിരിച്ചും അകമഴഞ്ഞ് സ്നേഹിക്കാൻ തുടങ്ങി. കോഴിക്കോട് കൂരാച്ചുണ്ടിൽ നിന്ന് ജോലിക്കായി വീട് മാറി മൂഴിക്കൽ എന്ന ടൗൺ പ്രദേശത്തേക്ക് വരുമ്പോൾ ബെന്നി അലക്സാണ്ടർ എന്ന ചെറുപ്പക്കാരന് തന്റെ കൃഷിയെക്കുറിച്ച് ആശങ്ക ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. 12 സെന്റ് തരിശുഭൂമി വളരെ പെട്ടെന്നാണ് പച്ചകൊണ്ട് മൂടിയത്. കൂട്ടിന് ഭാര്യയും 2 കുട്ടികളും. പത്രപ്രവർത്തകൻ ആയതുകൊണ്ടുതന്നെ സമയവും ഏറെ കുറവാണ്. എങ്കിലും പുലർച്ചെ 5 മണി മുതൽ ആരംഭിക്കും കൃഷിപ്പണി. അവധി ദിവസങ്ങളും കൃഷിക്കായി മാത്രം മാറ്റിവെക്കും. നമുക്ക് വേണ്ടുന്ന പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ചെറുപ്പം മുതൽ ഉണ്ടാക്കണം എന്നുള്ളത് അപ്പനും അമ്മയും പഠിപ്പിച്ചത് കാര്യമായതുകൊണ്ട് ഇവിടെ വന്ന് ജോലിയുടെ ഭാഗമായിട്ട് വന്നപ്പോൾ ചെയ്തു. വളരെ സമയം ഒരു 5:30 എഴുന്നേറ്റിട്ട് അതിരാവിലെ കൃഷിക്ക് ചെയ്യും. വൈകുന്നേരങ്ങളിൽ ജോലി കഴിഞ്ഞ് വന്ന് 8 മണിക്കും 7 മണിക്കും ഒക്കെ സമയങ്ങൾ ആ സമയത്തും കൃഷി ചെയ്യും. അപ്പോൾ അതിന് പ്രത്യേക ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ ബ്ലഡിൻ്റെ ഭാഗമാണ് കൃഷി. ചേന, ചേമ്പ്, കാച്ചിൽ, പച്ചക്കറികൾ എന്നിവയാണ് പ്രധാന കൃഷികൾ. ആപ്പിളും റംബൂട്ടാനും സപ്പോട്ടയും ഒക്കെയുണ്ട്. ഒപ്പം കോഴി വളർത്തലും. കൃഷിവകുപ്പിന്റെ കോഴിക്കോട്ടെ മികച്ച പച്ചക്കറി കൃഷി കർഷകൻ, കോഴിക്കോട് കോർപ്പറേഷനിലെ മികച്ച കർഷകൻ തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ. ബെന്നിയെയും കുടുംബത്തെയും മാതൃകയാക്കി നിരവധി പേരാണ് ചുറ്റുവട്ടത്തെ വീടുകളിൽ കൃഷി ചെയ്തു തുടങ്ങിയത്. അതിന്റെ സന്തോഷവും ബെന്നി മറച്ചുവെക്കുന്നില്ല. കൃഷിക്ക് പ്രചോദനവുമായി ഭാര്യ എഴുതി മക്കൾ പാടിയ ഒരു പാട്ടുമുണ്ട്, തങ്ങളുടെ കൃഷിയിടത്തെക്കുറിച്ച് മാത്രം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.